ഇന്ന് ചേർന്ന അടിയന്തര LDF യോഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭത്തിലേക്കും നിയമ നടപടികളിലേക്കും പോകാൻ ധാരണയിലെത്തിയത്. തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 20-ന് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മുന്നണിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. നവംബർ 1-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾ നിലവിൽ വരണമെന്നും അശാസ്ത്രീയമായ വിഭജനങ്ങൾ നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആഗസ്റ്റ് 20-ാം തീയതി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളെ വാർഡുകളിൽ നിന്നും കോർപ്പറേഷനുകളിലെ ഡിവിഷനുകളിൽ നിന്നും പ്രസ്തുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് LDF പ്രവർത്തകർ പ്രകടനമായി ചെന്ന് ധർണ നടത്തും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിനുള്ള നടപടികളും LDF സ്വീകരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തിയില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. കേരളത്തിൽ ലീഗ് വൽക്കരണമാണ് നടക്കുന്നതെന്നും കോടിയേരി ആരോപിച്ചു. നിശ്ചിത സമയത്ത് ഇലക്ഷൻ നടത്തുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നിർബന്ധിതമാകും. ഈ മാസം 17-ന് നടക്കുന്ന വിഴിഞ്ഞം കരാർ ഒപ്പിടൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്നും LDF യോഗത്തിൽ തീരുമാനമായി. മീഡിയ 1 തിരുവനന്തപുരം.